നമ്മുടെ സ്പേസിൽ പാവക്കുട്ടി പോലിരിക്കുന്ന ഒരു ജീവി ജീവിക്കുന്നുണ്ട്. കാണാൻ അത് വെറും പാവക്കുട്ടിയെ പോലെ ആണെങ്കിലും അതിന്റെ ഉള്ളിൽ ഒരുപാട് സൂപ്പർ പവേഴ്സ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആ ജീവി പെട്ടെന്ന് അൺകൺട്രോൾ ആവുകയാണ്. നോക്കുമ്പോൾ കോടിക്കണക്കിന് സ്പേസ് ഷിപ്പുകൾ നേരെ ആ ജീവിയുടെ അടുത്തേക്ക് വന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള എനർജി ബീംസ് അതിന്റെ ദേഹത്തേക്ക് പതിച്ചു. അപ്പൊ ആ ലൈറ്റ് ബീം കാരണം പെട്ടെന്ന് ആ ജീവി ഭയങ്കര ജയിന്റ് ആയിട്ട് മാറുകയാണ്. ശേഷം അത് അവിടെ വന്ന സ്പേസ് ഷിപ്പുകളുടെ എല്ലാ പവറും മുറിഞ്ചെടുത്തു. ശേഷം ആ പവർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മിന്നല വേഗത്തിൽ ചെന്ന് ഓരോ ഷിപ്പ് നശിപ്പിച്ചു കളയാണ്. അപ്പൊ ഇത് കണ്ട ആർക്കും എന്താ മൃഗത്തിന് പറ്റിയതെന്ന് മനസ്സിലായില്ല. അത് സ്വയം ഇങ്ങനെ ചെയ്യാണോ അതോ മറ്റാരെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാണോ എന്ന് വരെ അവർക്ക് സംശയം തോന്നി. എന്നാൽ സത്യത്തില് ചില ദുഷ്ടശക്തികള് ആ ജീവിയെ ആർക്കും അറിയാത്ത തരത്തിലുള്ള പവർ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യായിരുന്നു. ആ സമയത്ത് ഭൂമിയിലുള്ള ഒരാളുടെ ദേഹത്തേക്ക് വളരെ ശക്തിയുള്ള ഒരു എനർജി ബോൾ വന്ന് പതിക്കുന്നു. എന്നാൽ അത്രയും വലിയ എനർജി അയാളുടെ ദേഹത്തൂടി കടന്നു പോയിട്ടും അയാൾക്കൊന്നും സംഭവിച്ചില്ല. അത് കാരണം കൊണ്ട് അയാൾ എക്സ്ട്രീംലി സ്ട്രോങ് ആവുകയാണ്. അങ്ങനെ നോർമൽ ആയിരുന്ന ആ മനുഷ്യന് ഇപ്പോ സൂപ്പർ പവേഴ്സ് കിട്ടിയിരിക്കുന്നു. അതുകൂടാതെ അയാളുടെ ശരീരത്തിലുള്ള അത്രയും എനർജി അയാൾക്ക് ഔട്ട്വേർഡ് വേൾഡിലേക്കും എടുത്ത് കൊടുക്കാൻ കഴിയും. കൂടാതെ ഇൻസ്റ്റന്റ് ആയിട്ട് അത് അയാളുടെ ശരീരത്തിനുള്ളിലേക്ക് ആക്കാനും പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അയാൾക്ക് ആ സ്ട്രേഞ്ച് ക്രീച്ചറുമായിട്ടുള്ള മൈൻഡ് കണക്ഷൻ കിട്ടുകയാണ്. അതുകൂടാതെ ഡയറക്റ്റ് ആയിട്ട് ആ ജീവി ജീവിക്കുന്ന സ്പേസിലേക്ക് അയാൾക്ക് പോകാനും സാധിച്ചു. എന്നാൽ തുടക്കത്തില് ആ ജീവി അയാൾ അതിനെ കൊല്ലാനായിട്ട് വന്നതെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ ആ ജീവിയെ തൊട്ടടുത്ത സെക്കൻഡിലെ അവർക്ക് രണ്ടുപേർക്കും എന്തോ കണക്ഷൻ ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ ജയിന്റ് ആയിട്ട് വളരെ ദേഷ്യത്തിലിരുന്ന ആ ജീവി അവൻ തൊട്ടതും പെട്ടെന്ന് കാമായിട്ട് അതിന്റെ ചെറിയ രൂപത്തിലേക്ക് മാറി. ശേഷം അവര് രണ്ടുപേരും ഒരുമിച്ച് ചേർന്നിട്ട് സ്പേസിലുള്ള ദുഷ്ടശക്തികളെ എല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ വരല് നശിച്ചുപോയ ഗ്രഹങ്ങളെയെല്ലാം ആ ജീവി തന്നെ പഴയ സ്ഥിതിയിലേക്ക് ആക്കുന്നു. ചുരുക്കി പറഞ്ഞാല് ഉള്ള ശക്തി നല്ലതിനു വേണ്ടി യൂസ് ചെയ്താല് അതെന്നെന്നും നിലനിൽക്കും, ഇല്ലെങ്കിൽ ഉള്ളതെല്ലാം നശിച്ചു പോകും.